Good morning. It's me, Simon, YouTube channel, and Simon Varghese Facebook, Simon Varghese Instagram. All of us welcome you. പല ആളുകളും പല സ്ഥലത്തും പല ചാനലിലെ കാണുന്നത് ഇങ്ങനെ പറയുന്നത്. ഇന്നലെ ഒരു സന്തോഷമുള്ളൊരു സംഭവം ഉണ്ടായി. ഇന്നലെ ഒരു ശവസംസ്കാരത്തിന് വേണ്ടി ഞാൻ ശാലയമ്പള്ളിയിൽ പോയി. നടന്നു കയറി പോകുമ്പോൾ ഒരു മാഡം ഓടി വരുന്നു. സൈമൺ എന്നാണോ സാറ് എന്താ വിളിച്ചുകൊണ്ട് ഓടി വരും. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു സ്മാർട്ട് ഗേൾ. അപ്പം ഞാൻ തിരിഞ്ഞെന്താ അപ്പോൾ ഞാനിങ്ങനെ ചാനലെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ അവർ അമേരിക്കയിലായിരുന്നു, അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവർ പോകുന്നതിനും ഞാൻ കണ്ടിട്ടുണ്ട്. ഇച്ചിരിയുടെ പെയിലിയായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല യൗവനയുക്തയാണ്. അറൗണ്ട് 60ക്ക് മേളിൽ കാണുമായിരിക്കും, എനിക്കറിയില്ല, പേരും അറിയത്തില്ല, അതും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞു, ഇപ്പം വീഡിയോ കണ്ടില്ലെങ്കിൽ വിഷമമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമല്ലേ, പ്രതിഫലം ഇഷ്ടിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ചാനൽ കാണുന്നൊരു പലരും ലൈക്ക് പോലും അടിക്കാറില്ല, അല്ലെ വളരെ ഗൗരവമാണെന്ന് ഷെയർ ചെയ്യാറില്ല. എനിക്ക് പരിഭവമില്ല, പക്ഷേ എൻ്റെ സൈറ്റിൽ വ്യൂവേഴ്സിനെയും ഇതെല്ലാം എന്നെ കാണിക്കുന്നുണ്ട് അവർ ചാനലിൽ നിന്ന്, എനിക്കറിയാം. പക്ഷേ ഇതില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ അത് ഒരു ലൈക്ക് അടിക്കുന്നതിനെക്കാട്ടും എല്ലാം ഭയങ്കരമല്ലേ. ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുക്ക് വെച്ച് ഞാൻ വസതി വളരെ സന്തോഷം. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പോലും ആ സന്തോഷത്തിൽ നിന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ എപ്പോഴും ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. അത് സയൻറ്റിഫിക്കായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏത് ചെറിയ കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ബൈബിൾ പറയുന്നത് നിൻ്റെ സേവകന് നീ നന്ദി പറയേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ മോഡേൺ ഇത് വരുമ്പോൾ സേവകനാണെങ്കിലും അവൻ താങ്ക് യു എന്ന് പറയണമെന്ന് തന്നെയാണ് നമ്മൾ സാമാർ പഠിപ്പിക്കുന്നത്. ഹായ്, അതായത് താങ്ക് യു പറയണമെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അത് ഒരു 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 മെൻ്റൽ ഇമ്പൾഷൻ്റെ കാര്യമാണ്. അപ്പം നമ്മളൊക്കെ എവിടെ ചെന്നാലും അങ്ങനെ. ഇപ്പം ഞാനിതൊരു ഹോട്ടലിൽ ചെന്നാൽ അവർ ഓടി വരുന്നു, സേവനം തരുന്നു. നമ്മളെന്താ അവർ വെൽ ബിഹേവ്ഡാണ്, താങ്ക് യു ഒക്കെ പറയും. സംടൈംസ് പൈസ ഉണ്ടെങ്കിൽ ഒരു ടിപ്പൊക്കെ കൊടുക്കും. കാരണം നമ്മൾ പൈസ കൊടുത്തല്ലേ സാധനം. അതെ, പക്ഷേ എന്നിരുന്നാലും അവൻ നമ്മളോട് ചിരിക്കണമെന്നൊന്നുമില്ലല്ലോ. ദേഷ്യഭാവത്തിലോ വിഷണ്ണഭാവത്തിലോ കൊണ്ട് സാധനം തരാമല്ലോ. ഈ ഫുഡ് തരുമ്പോൾ ഒരു ചിരി, അല്ലെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം തരാം എന്നൊക്കെ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ പാർട്ട്ണർ, ബോത്ത് ജെൻഡർ പാർട്ട്ണർ പറയുന്ന പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് നിങ്ങൾ ചെയ്തു തുടങ്ങി അത് ക്രമേണ നിങ്ങൾക്ക് എവിടെ ചെന്നാൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മിക്ക ഹോട്ടലുകളിലും പോകുന്ന ആളാണ്. കോട്ടയത്ത് മാത്രമല്ല എവിടെയായാലും. പക്ഷെ നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജും അങ്ങനെ പോസിറ്റീവായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരെല്ലാം വളരെ പ്ലസൻ്റായിട്ട് നമ്മളെ സ്വീകരിക്കാറുള്ളത്. ഒരിടത്തും ഒരു മോശം അനുഭവം ഉണ്ടാകാറില്ല. ബി പ്ലസൻ്റ് ഓൾവേസ്. ഓക്കെ, എനിഹൗ നമ്മൾ ഈ ചാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്നോടൊരാൾ പറഞ്ഞു, എക്സസൈസ് ചെയ്യുന്നു പറയുന്നല്ലേ ഉള്ളൂ, എന്താണ് അത് കാണിച്ചു തരാത്തത്? ഫേസ്ബുക്കിൽ അങ്ങനെ കാണിക്കാറില്ല, പക്ഷേ യൂട്യൂബിലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 138 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുതൽ ഇൻഫൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ട് അവൻ ഡിഗ്രിക്ക് വരെയുള്ള കാര്യങ്ങൾ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രവണതയെ സംബന്ധിച്ച് ഒരു പ്രശസ്തയായ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണേഴ്സ്, വാട്ട് ഈസ് എൻ്റർപ്രണർഷിപ്പ്, വാട്ട് ഈസ് ദി ഡിഫിക്കൽട്ടീസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യമുള്ള വീഡിയോ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിലുണ്ട്. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ ഒരു പോസിറ്റീവ് ചാനൽ. നമ്മൾ നെഗറ്റീവ് ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വ്യൂവേഴ്സ് കൂടുതലാണ്. അപ്പം അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ എനിക്ക് 10 രൂപയിലും കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് സന്തോഷമാണ്. എനിക്ക് പൈസ ആവശ്യം, അത്യാവശ്യം പൈസയൊക്കെ ഉള്ളയാളാണ്, അതിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതൊരു അതിന് എന്നാ പറയുക, മോണിറ്റൈസേഷനിലേക്ക് വരും. എന്നാൽ എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷന് വന്നിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മോണിറ്റൈസേഷനെ പ്രതി ഒന്നും ചെയ്യാറില്ല, രാഷ്ട്രീയം നോക്കി ചെയ്യാറില്ല. നല്ലതിനെ നല്ലതെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ.
ആര് ചെയ്താലും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എക്സസൈസൊക്കെ വേണമെങ്കിൽ 2 ഘട്ടമായിട്ട് കണ്ടിട്ടുണ്ട്. ഓരോ എക്സസൈസിൻ്റെയും ഗുണങ്ങൾ എന്താണ്, അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് അഡ്രസ്സ് ഒരിക്കലും പറയാം, ഇസ്മി സൈമൺ. എൻ്റെ ഫോട്ടോ ആയിരിക്കും വരുന്നത്. ഒത്തിരി ഇസ്മി സൈമൺ ഉണ്ട്, സെലക്ട്. ഇപ്പോൾ എൻ്റെ മോൻ തന്നെ സെർച്ച് ചെയ്ത് കിട്ടാൻ ഞാൻ പിന്നെ ലിങ്ക് ഇട്ട് കൊടുത്താൽ അവന് കിട്ടിയെന്ന് പറയാം, അമേരിക്കയിൽ അവന്. അപ്പം ഇസ്മി സൈമൺ 1500 ചാനൽ വളരെയായിട്ട് നടത്തുന്നുണ്ട്. അതാ ഇറ്റ്സ് ഓക്കെ, താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. ഓക്കെ, എനിഹൗ പലരും പറയും സാറിൻ്റെ വീഡിയോ ഒത്തിരി ലെങ്തിയാന്ന് പറയും. ഞാൻ പറയും നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് റീൽസൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, അത് കണ്ടാൽ പോരെ. എൻ്റെ ചാനൽ എന്ന് പറയുമ്പം അതെന്തെങ്കിലും ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. നിങ്ങൾ ശാന്തരായിരുന്ന് 15 മിനിറ്റ് കേൾക്കുമ്പം ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും. നിങ്ങളുടെ മനോബീജികളെ നിയന്ത്രിക്കാൻ പഠിക്കും, ദൃഷ്ടികളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. നമ്മളെ ചില തെറ്റുകളിലും കുറ്റങ്ങളിലും വീഴ്ത്തുന്നത് നമ്മുടെ ദൃഷ്ടിയുടെ നിയന്ത്രണമില്ലാത്ത പോക്കാണ്. അപ്പം കണ്ണിനെ നിയന്ത്രിക്കാൻ പഠിക്കുക, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക, ചിന്തിക്കുന്ന വരിയിലൂടെ എഴുതാൻ പഠിക്കുക, ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കുക. അതായത് ഒരാൾ നമ്മൾ തെറി പറയാ, നമ്മൾ ചീത്ത പറയാമെന്ന് വെച്ചു, അപ്പം നിൻ്റെ പിതാവിനേക്കാൾ പ്രായമുണ്ടല്ലോടാ എന്നെന്ന് പറയാം, നിൻ്റെ പിതാവിനെ വിളിക്കുന്നു. അപ്പോൾ നമ്മളത് സന്തോഷിക്കേണ്ട, പിതാവെന്നാണല്ലോ പറഞ്ഞ്, എന്നാൽ വേറെ ചില ഭാഷ ഉപയോഗിച്ചത് പറയരുത്. അങ്ങനെ പോസിറ്റീവ് കാണുന്ന ആളാണ് ഞാൻ. നമ്മൾ നെഗറ്റീവായിട്ട് ആരെന്ത് പറഞ്ഞാലും നെഗറ്റീവ് പിടിക്കത്തില്ല. ഈ നെഗറ്റീവ് പറയുമ്പോൾ അതിനകത്തൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്, അതുകൊണ്ടാണ് അത് പിടിക്കാത്തത്. തീർച്ചയായിട്ടും ഈ നെഗറ്റീവ് നോക്കി നടക്കുന്നവർക്ക് എപ്പോഴും അവരുടെ സഹചര്യം എന്നറിയോ, ദുഃഖം, വിഷാദം, പ്രയാസം, പ്രശ്നം. സന്തോഷം നടക്കുന്നവർക്ക് എപ്പോഴും എന്താണെന്നറിയോ, സന്തോഷം, ഒരു ഉൾപ്പൊരുമ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക എനർജി. അവർക്ക് കൂട്ടുകാർ ധാരാളം കാണും, അവരോട് മിണ്ടാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. മറ്റത് എത്ര നല്ല കാര്യങ്ങൾ എടുത്തു വെച്ചാലും അതിനകത്ത് എന്തെങ്കിലും ന്യൂനതയില്ലാത്ത ഒന്നുമില്ല. ദൈവം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ന്യൂനതയുണ്ട്. പക്ഷേ ആ ന്യൂനത എടുത്ത് പറഞ്ഞ് വലിയ ഗമ എല്ലാവരെയും നോക്കും. വലിയ കേറ്ററിങ്ങുകാർ വലിയ ഫുഡ് കൊണ്ടുവയ്യുമ്പം ഏതെങ്കിലും ഒരു 10 ആടിനെ കൊണ്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഒരാടിന് ചിലപ്പോൾ ഇച്ചിരി മൂത്തതായിരുന്നു, ആ ഒരു മൂത്ത പീസ് എടുത്തുകൊണ്ടോ ആട് മൂത്താന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കഴിക്കുന്നത് ശരിയായ ആടിൻ്റെ പീസാണ്. അപ്പോൾ അവരൊന്ന് നോക്കി ചിരിക്കും, ഇവനെ പിടികിട്ടി, നീ കൊള്ളാമല്ലോ. അത് എന്തിലും നെഗറ്റീവ് കാണാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്നും ദുഃഖമേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവർക്ക് സന്തോഷിക്കാൻ അറിയത്തില്ല. അങ്ങനെ ആകരുത്. നമ്മൾ ബി പോസിറ്റീവ് ഓൾവേസ്. ഇപ്പം നിങ്ങളോട് നെഗറ്റീവായിട്ട് പറയുന്ന ആളുടെ പോലും ആ പറച്ചിൽ പോസിറ്റീവ് കാണാൻ കഴിഞ്ഞാൽ അത് ജീവിത വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഇപ്പം എന്നാ പറയുക, എന്നെ ചീത്ത പറയുന്നവരുണ്ട്, തെറി പറയുന്നവരുണ്ട്, എന്നെ വിമർശിക്കുന്നവരുണ്ട്. മറിച്ച് ഗുഡ് മോർണിംഗ് പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട്, അനുമോദിക്കുന്നവരുണ്ട്, സ്നേഹം പങ്കിടുന്നവരുണ്ട്, വാഹനം ഷെയർ ചെയ്യുന്നവരുണ്ട്, അത്യാവശ്യം പണം വേണമെങ്കിൽ തരാമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഈ ഉണ്ടായ്മയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന വിമർശനം, ഇല്ലായ്മ, അത് കാര്യമാക്കേണ്ടതില്ല. പോലെ വിമർശനം നിങ്ങളെ നന്നാക്കാനായിട്ടാണ്, നശിപ്പിക്കാനല്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയാം, സൈമൺ സാർ ആ വണ്ടി പാർക്ക് ചെയ്ത് ശരിയായില്ലല്ലോ. ഞാൻ പറയും, അയ്യോ സോറി സാർ. ഞാൻ പോയി തിരിച്ച് വണ്ടി ഇടും. ഉടനെ അയാൾ വന്ന്, അയ്യോ സാറിങ്ങനെ ഇടാനല്ലേ ഞാൻ പറഞ്ഞത്, ആ ഇട്ടപ്പോൾ ലെങ്ത്. ഞാൻ പറയോടൂ മനുഷ്യ, എനിക്ക് വലിയ വലിപ്പമൊന്നുമില്ല, ഈ കാറ് അതങ്ങോട്ട് മാറ്റിയിട്ടൊന്നും ഞാൻ നശിച്ചതൊന്നുമില്ല. താൻ പറയുമ്പോൾ എന്നാൽ അതിൻ്റെ പോസിറ്റീവായിട്ട് ഞാൻ കണ്ടത്. എനിക്ക് കൺഗ്രാജുലേഷൻസ് ഫോർ യുവർ ഡൂയിങ്. ആ സെക്യൂരിറ്റിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു, അതിൻ്റെ കണ്ണെല്ലാം തിളഞ്ഞ്. അല്ല സാറിന് ഉടമകൾ തെറിയും പറഞ്ഞ് പോകും, അവനൊക്കെ വന്നിരിക്കും. ബി പോസിറ്റീവ് ഓൾവേസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ കയറി, ഉഗ്ര സിനിമ. കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഒരാളിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സിനിമ? ഞാൻ പറഞ്ഞു, നല്ല സൂപ്പർ സിനിമ, ഹിന്ദി സിനിമയായിരുന്നു. അൽസൈമേഴ്സിൻ്റെ ഒരു ഇത് കാണിച്ചുകൊണ്ട് വന്ന പടമാണ്. അതിൻ്റെ പേര് ഇന്നലെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ പിന്നെ അത് മറന്നുപോയി. ആ പടം പോയി അനന്തലായിരുന്നു. ഉഗ്ര സിനിമയായിരുന്നു. നമ്മളതിനകത്ത് നായിക ആരാ, നടനാരാ, അല്ല മോഹൻലാൽ ഫാനാണോ, അതൊന്നുമല്ല. ക്രിയേറ്റിവിറ്റിയാണ്. ആര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ള നമ്മൾ നോക്കിയത്. സൂപ്പറായിരുന്നു. അപ്പം വല്ലപ്പോഴൊക്കെ ഒരു സിനിമയെ കാണണം, വല്ലപ്പോഴൊക്കെ ആ മനസ്സിൽ പിടുത്തമൊക്കെ ഒന്ന് മാറ്റി വെക്കണം. എന്നും ശകലം നേരം പ്രാർത്ഥിക്കണം, എന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് 1000 രൂപ വരുമാനമുള്ളെങ്കിൽ അതിൽ നിന്നൊരു 50 രൂപ ഷെയർ ചെയ്യാനുള്ള മനസ്സ് കീപ്പപ്പ് ചെയ്യണം. അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചു നടക്കണ്ട, ആവശ്യക്കാരൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ദൈവം കൊണ്ടുവരും, അപ്പം കൊടുത്തേച്ചാൽ. ഞാനങ്ങനെ കൊണ്ടു നടക്കാറില്ല, വിളിച്ചു പറയാറില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വലിയ എഴുത്തൊന്നുമില്ല, ചെയ്യാവുന്നത് ചെയ്യും. അത് ദൈവം തന്നോളൂ അവസരം. ഓക്കെ, എനിഹൗ ബി പോസിറ്റീവ് ഓൾവേസ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഫൈൻ ഡേ. സക്സസ് ഈസ് ours. We will bring it in the right time. Okay, all the best. Have a fantastic positive day. Praise our God.